നമസ്കാരം. ഈ ദേവാലയങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ വേദികളാക്കി മാറ്റിയതിൻ്റെ കോലാഹലങ്ങൾ അടങ്ങുന്നില്ല. ഒടുവിലത്തെ രണ്ട് ഉദാഹരണങ്ങൾ വന്നതും കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിലെ കടക്കൽ ദേവീക്ഷേത്രത്തിലാണ് ആദ്യം നമ്മളത് കണ്ടത്. ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചാണ്. കഴിഞ്ഞ ഒരു മാസം തികഞ്ഞിട്ടില്ല ആ കോലാഹലം. കടക്കൽ ദേവീക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ നടക്കുന്നു. ആ ആഘോഷങ്ങൾക്കിടയിൽ ഒരു ഗാനമേള സ്പോൺസർ ചെയ്യുന്നു. സ്പോൺസർമാർ വിളിച്ചുകൊണ്ടുവരുന്നത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനങ്ങൾ പാടുന്ന അലോഷിയെയാണ്. അലോഷി വലിയ താരമായി എത്തി. അദ്ദേഹം കച്ചേരി നടത്തി. അദ്ദേഹത്തോട് സ്പോൺസർമാർ ആവശ്യപ്പെട്ടതും നാട്ടുകാരാവശ്യപ്പെട്ടതുമായ പാട്ടുകളൊക്കെ പലതും അലോഷിയുടെ വിഖ്യാത പാട്ടുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ഗാനങ്ങളാണ്. അതൊക്കെ വിപ്ലവഗാനങ്ങളാണ്. അതുകൊണ്ട് കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടാൻ തുടങ്ങിയപ്പോൾ അത് വലിയ അസ്വാരസ്യം ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. അത് കോടതിയിലെത്തിയപ്പോൾ കോടതി ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മതസ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയാനുള്ള നിയമമനുസരിച്ച് കുറ്റകരമാണ്. ഒരു ആരാധനാലയങ്ങൾക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തിയാൽ അത് 5 കൊല്ലത്തെ കഠിന തടവിന് വിധിക്കാവുന്ന ശിക്ഷയുള്ള വകുപ്പാണ് എന്ന് ഹൈക്കോടതി 2 ആഴ്ച മുമ്പ് ഉത്തരവിട്ടിട്ടേ ഉള്ളൂ. അതും നമ്മളെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ കടക്കൽ ക്ഷേത്രത്തിൽ നടന്നതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമവുമായി. കടക്കൽ ക്ഷേത്രത്തിൽ വന്ന പ്രശ്നം കടക്കൽ ക്ഷേത്രത്തിലെ രാഷ്ട്രീയമാണ്. കടക്കൽ ക്ഷേത്രത്തിലെ ഭരണസമിതി, അവിടുത്തെ അഡ്വൈസറി ബോർഡ് ഒക്കെ ഇടതുപക്ഷം ആണ് നയിക്കുന്നത് എന്ന് വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരനായ ഏതോ സ്പോൺസറാണ് അത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഭരണസമിതി, ഉപദേശക സമിതി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പോൺസർമാർ, ഇത് ഗാനമേള നടത്താൻ വന്ന അലോഷി, അവിടെ പാട്ട് പാടിക്കാനും പാട്ട് ആവശ്യപ്പെടാനും ഒക്കെ വന്ന ശക്തി ഒക്കെ ഒരു ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തി പ്രകടനമായി കടക്കൽ ക്ഷേത്രം മാറുകയാണ് ഉണ്ടായത്. നമ്മൾ കണ്ടു തീർന്നിട്ടില്ല, അതിൻ്റെ കോലാഹലം അടങ്ങിയിട്ടില്ല. ഹൈക്കോടതി വളരെ ശക്തമായ തീർപ്പാണ് പറഞ്ഞത്. അതിൻ്റെ വിചാരണ തുടരുന്നേ ഉള്ളൂ. എങ്കിലും പ്രാഥമികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, മതസ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൻ്റെ ചിഹ്നങ്ങൾ വെറുതെ കൊണ്ടുവരികയല്ല. നമ്മൾ പാട്ട് പാടുന്ന ഒരാൾ പാട്ട് ആവശ്യപ്പെട്ടു, അന്നേരത്തെ ഒരു വിപ്ലവഗാനം പാടിയെന്ന് മാത്രമല്ല, ഒന്നിലേറെ വിപ്ലവഗാനങ്ങൾ ആവശ്യപ്പെടുന്നു, പാടുന്നു. അതിനിടയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പറയുന്ന മുൻകൂട്ടി പ്ലാൻഡ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. പ്ലാൻഡ് ആയിരുന്നല്ലോ. പ്ലാൻഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സമയത്ത് LED പുറകുവശത്ത് CPMൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ കാണിക്കുക? എങ്ങനെയാണ് DYFIയുടെ മുദ്രാവാക്യങ്ങളും ചിഹ്നങ്ങളും കൊടികളും കാണിക്കുക? അതുകൊണ്ട് വളരെ പ്ലാൻഡായിരുന്നു എന്ന് വേണം കരുതാൻ. അതേ പ്ലാനോടുകൂടി ഈ നാണയത്തിന് അതുപോലെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു RSSകാരെന്ന് വേണം പുതിയ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാൻ. ഈ കൊല്ലം ജില്ലയിലെ തന്നെ അധികം ദൂരെയല്ലാത്ത കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. അതിനുശേഷം ഇന്നലെ ഈ കഴിഞ്ഞ 5-ാം തീയതിയിൽ ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച നടന്ന ഉത്സവത്തിലാണ് ഇതിന് ബദലുണ്ടായത്. അതാണ് ഈ അപ്പുറത്ത് നടന്ന ദേവീക്ഷേത്രത്തിൽ നടന്നതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയും ദേവിയും സരസ്വതിയും ഒക്കെ തന്നെ ദേവിയുടെ 3 മുഖങ്ങളാണ്, നമുക്കറിയാം. അതുകൊണ്ട് അതേ ദേവീക്ഷേത്രത്തിൽ തന്നെ, അതുപോലെ ദേവീക്ഷേത്രത്തിൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖം ദേവിക്ക് ദേവിക്ക് അർപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദേവിക്ക് പ്രകടമാക്കിക്കൊണ്ടാണ് RSS കഴിഞ്ഞ 5-ാം തീയതിയിലെ ഉത്സവം. ഇതുപോലെ തന്നെ അവിടുത്തെ ഉത്സവ കമ്മിറ്റി തീർച്ചയായിട്ടും RSSകാർക്ക് സ്വാധീനമുള്ളതാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അവിടെ വളരെ കൃത്യമായി ഇതേ പ്ലാൻ, അവിടെ ഉത്സവം പ്ലാൻ ചെയ്യുമ്പോൾ ആ സമിതി തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ മ്യൂസിക് ട്രൂപ്പിനെ കച്ചേരിയെ ഏൽപ്പിക്കുന്നു. അതിന് പറ്റിയ സ്പോൺസർമാർ വരുന്നു. സ്പോൺസർ തന്നെ പറയുന്നു RSSന് അനുകൂലമായ പാട്ടുകൾ പാടണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നു. വളരെ പ്രകടമായി അത് നടപ്പാക്കുമ്പോൾ കച്ചേരിയിൽ ആവശ്യപ്പെട്ടും അല്ലാതെയും RSSൻ്റെ ഗണഗീതം പാടി എന്നത് വലിയ ഒച്ചപ്പാടാകുന്നു, വിവാദമാകുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്ലാൻഡാണ്. കാരണം അതേ സമയത്ത് കടക്കൽ കാണിച്ചതുപോലെ തന്നെ LED അതേ സമയത്ത് RSSൻ്റെ കൊടികൾ, തോരണങ്ങൾ, ചിഹ്നങ്ങൾ ഒക്കെ വളരെ പ്രകടമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു RSS സമ്മേളനത്തിൻ്റെ പ്രതീതി അപ്പുറത്ത് എങ്ങനെയാണോ ഒരു CPM സമ്മേളനത്തിൻ്റെ പ്രതീതി ഉണ്ടായത്, അതുപോലെ RSS സമ്മേളനത്തിൻ്റെ പ്രതീതി ആ ഉത്സവവേദിയിൽ ഉണ്ടാക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഗണഗീതം വിവാദമായി, ഗണഗീതം കോടതിയിലെത്തി. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഇതാണ്. ഒരു നിയമത്തെ എങ്ങനെയാണ് ഒരു കൂട്ടർ കയ്യിലെടുക്കുന്നത്? ആരാധനാലയം
ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ, മിസ്യൂസ് ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആരാധനാലയങ്ങളെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നിയമം നിലവിലുള്ളപ്പോൾ ആ നിയമം നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മലയാളികളെ ആകെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്പുറത്ത് RSS ഉത്സവം പോലെ കച്ചേരി നടക്കുന്നു, RSSൻ്റെ പാട്ട് പാടുന്നു, അത് വിവാദമായിരിക്കുകയാണ്, കോടതിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇനി അതിൻ്റെ വിധി വരാനിരിക്കുന്നു, അതിൻ്റെ വിചാരണ തുടങ്ങാനിരിക്കുന്നു. എന്തായാലും ഈ ഒരു കളി രാഷ്ട്രീയം തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ വാശിയോടെ നടക്കേണ്ട ഒരു ഗെയിമാണ് തീർച്ചയായിട്ടും തല്ലാനും കൊല്ലാനും ഉള്ളതല്ല. മറിച്ച് പ്രകടനങ്ങൾ, കൂടുതൽ ഉത്സവങ്ങൾ, താളമേളങ്ങൾ, വാദ്യഘോഷങ്ങൾ, കാഴ്ചക്കെട്ടുകൾ, കൊടിതോരണങ്ങളൊക്കെ നടക്കും. അത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തടത്തൊക്കെ നടക്കും. പക്ഷേ അത് നടക്കേണ്ടത് ആരാധനാലയങ്ങളിലല്ല. ആരാധനാലയങ്ങളിൽ നമ്മുടെ ഈ ക്ഷണികമായ വികാരങ്ങളും വാശിയും ഒക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യരൊക്കെ തന്നെ ഭക്തിയോടെ കടന്നു ചെല്ലേണ്ട ഒരു മണ്ഡലമാണ്. അതിനകത്ത് അതിനകത്തേക്കും ഈ തെരുവിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിചാരങ്ങളുമായി നമ്മൾ ക്ഷേത്രങ്ങളിലേക്കും കടന്നു ചെന്നാൽ പിന്നെ ക്ഷേത്രങ്ങളിൽ എന്താണ് സമാധാനം ഉണ്ടാവുക? എവിടെയാണ് മനുഷ്യർക്ക് തമ്മിൽ ഭേദമില്ലാത്ത, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യമായി തീരുന്ന യാതൊരു വിവേചനവുമില്ലാത്ത, വാശിയില്ലാത്ത, പരസ്പരമുള്ള വാശിപ്രകടനങ്ങളില്ലാത്ത, വികാരപ്രകടനങ്ങളില്ലാത്ത, വികാരവിക്ഷോഭങ്ങളില്ലാത്ത, മുദ്രാവാക്യങ്ങളില്ലാത്ത, തെറിവിളികളില്ലാത്ത, വാദവും മറുവാദവും ഇല്ലാത്ത ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ് ക്ഷേത്രങ്ങൾക്കുള്ളിൽ കടന്നു വരിക? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് തുടങ്ങി വെച്ചത് എന്നത് പ്രധാനമാണ്. എങ്കിലും അത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുക, കോടതികൾക്ക് പുല്ലുവില കൽപ്പിക്കുക, നമ്മുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തുക. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല. അതുകൊണ്ട് കടക്കൽ ക്ഷേത്രത്തിലായാലും കോട്ടുക്കൽ ക്ഷേത്രത്തിലായാലും CPM ആയാലും RSS ആയാലും ആരാധനാലയങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നത്, ഇതെല്ലാവരും ചെയ്യാൻ തുടങ്ങിയാൽ ആരെയാണ് തിരുത്താനാവുക? കോടതികളെ ആരും വകവെക്കുന്നില്ലെങ്കിൽ ഒരു രാജ്യത്ത് എങ്ങനെയാണ് നമുക്ക് സമാധാനം പാലിക്കാനാവുക? ക്ഷേത്രങ്ങൾക്കകത്ത് RSSൻ്റെ റൂട്ട് മാർച്ചുകൾ നടക്കുന്നുവെന്ന് ആക്ഷേപിച്ചിരുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇത്തരം ഏർപ്പാടുകൾ ക്ഷേത്രങ്ങൾക്കകത്ത് തുടങ്ങിയാൽ പിന്നെ ക്ഷേത്രങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരായി ആർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ഷേത്രങ്ങളെ, ആരാധനാലയങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ വേദിയാക്കാതിരിക്കാനുള്ള സാമാന്യമായ ഒരു ഔചിത്യം, സമാധാനബോധം, ജനാധിപത്യബോധം എല്ലാവർക്കും ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്നാണ് കടക്കൽ തൊട്ട് കോട്ടുക്കൽ വരെയുള്ള കൊല്ലം പാഠം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ഒക്കെ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഉദാഹരണങ്ങളൊക്കെ കൊല്ലത്ത് നിന്നായതുകൊണ്ട് കൊല്ലം വലിയ പാഠമാകേണ്ടതുണ്ട്. കൊല്ലത്തെ പാഠം 1 കടക്കലായിരുന്നെങ്കിൽ കൊല്ലത്തെ പാഠം 2 കോട്ടുക്കലാണ്. കടക്കൽ തൊട്ട് കോട്ടുക്കൽ വരെ ഒരു പാഠമാവേണ്ടതാണ്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കേരളം സൂക്ഷിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.